സിനിമയിൽ ആക്ടേഴ്സ് മാത്രമുള്ള സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാറും നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും ആക്ടറുകൾ തന്നെയാണ് മുകളിൽ കിട്ടേണ്ടതെന്ന് ഞാൻ ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പോലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം ജേർണി ആണെങ്കിലും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് തിരിച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡോ ഒരുപാട് ഈ പറയുന്ന സൗകര്യങ്ങളും അയാളുടെ എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി അയാൾ ഇവിടെ അതിൽ ചെയ്ത് ചെയ്യുക നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടർ നമ്മൾ ഈ സിനിമയിലേക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഡാൻസ് കണ്ടിട്ടുണ്ടാവും. പല കാലഘട്ടത്തില് അത് ശരിക്കും ഉണ്ടാക്കുന്നത് ഭയങ്കര അതാണ് സിനിമയുടെ സംഗീതങ്ങളെ നാടകവും തുടങ്ങിയ സംഗീതങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ അത് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇതിന്റെ എന്താണ് എല്ലാ സിനിമയിലും രാജനേതാ എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സജീവമാണെന്നതിന്റെ ഏറ്റവും പ്രധാനമാണ് ചെയ്യുന്നത്. ടോണി കുറിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് ഈ സിനിമയുടെ കഥയുടെ തുടക്കം. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അറിവ്. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ചെയ്യേണ്ട സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരത്തിനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മേക്കേഴ്സ് വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ത്രൂഔട്ട് ചെയ്യാൻ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിന് പുറകെ ഉണ്ടായിരുന്നു. സമുദായത്തിന് മാത്രമല്ല എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരൊക്കെ തന്നെ സൗകര്യം എല്ലാവരും തന്നെ. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ടുണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും തന്നെ ഞാൻ കൂടുതലുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം പ്രൊവൈസ് ചെയ്യാമെന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് എല്ലാവരും തന്നെ അതിനുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ. നയതന്ത്രം ആൾക്ക് ഭയങ്കര കഴിവ് സ്പെഷ്യലൈസ് അതിന് റിയൽ ലൈഫ് ആയിട്ട് ഇപ്പം ഇടവേള ചേട്ടൻ പോലെ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തില്ല? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിൻ്റെയും എല്ലാ വലിയ നടന്മാരുടെ പറയുകയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത് തന്നെ. അത് അത്തരം കാര്യങ്ങളാണ് സിനിമ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അത് പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അത് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണുന്ന പോലെ അല്ല. അവരുടെ പിന്നിൽ രാത്രിയും പകലുമായിട്ട് അവരുടെ
ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. സിനിമയുടെ രംഗമുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷ്യ വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് എൻ്റെ വാഹനം എന്നുള്ളത്. ഇത് ഭാവിയിൽ എപ്പോഴും സെൽഫ് റോൾ ആവില്ല. ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിപ്പയറല്ല. കഞ്ഞിപ്പയർ ഇഷ്ടമല്ലല്ലോ, അതും കഴിക്കാറുണ്ട്. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മൾ മനഃപൂർവ്വം സാധനം ഉണ്ടെങ്കിൽ പല കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല, അപ്പൊ തന്നെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാരക്ടർ ചെയ്തോളൂ. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയത് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈവിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. എന്റെ അത് തന്നെ നിങ്ങൾ ഇന്നലെ അധികമായിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുന്നു, നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെപ്പറ്റി അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആൾക്കുണ്ടായ ഒരുപാട് ഇൻഫ്ലുവൻസ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റും അതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആയി. ഈ സിനിമയെ അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് തല ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ സിനിമാക്കാരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് ഒരു കമ്മിറ്റ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതിൽ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കുമെന്നും എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ലാലിൻ്റെ സിനിമകളിലെല്ലാം ഭയങ്കര യങ്ങായിട്ട് അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്താണ് ഇത്ര യങ്ങായിട്ട് വരുന്നത്? ഞാനിപ്പോഴും തന്നെയാണ്. മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചതേ ഉള്ളൂ. ശരിക്കും ഇതാണ് ശരിക്കും എങ്ങനെയാണ് നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ മാറി കാണിക്കാത്ത ഇതിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളതെന്നല്ല, സ്വയം വളർത്തിയുണ്ടാക്കിയിട്ടുള്ള വീഴ്ചകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി, മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നമ്മൾ നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല അധികം ഡെഡിക്കേറ്റ് ചെയ്ത ആളാണ് അയാൾ. ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. നമുക്ക് ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്കകത്ത്. അപ്പോൾ ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അതാണ് പൊതുവെ പറയുന്നത് ചെങ്ങാത്തനായ കണ്ണാടി വേണമെന്ന് പറയുന്നത്. പഠിക്കേണ്ട ഒരു കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് അറിയാം അത് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്നത് ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇവിടുത്തെ ചോദിച്ചാൽ
അപ്പൊ സത്യമേ പറയൂ, അല്ലെങ്കിൽ സത്യമേ പറയൂ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത്, അതുകൊണ്ട് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലേ. ഇപ്പോ ഈ സിനിമയുടെ അകത്ത് ഒരുപാട് ലാലേട്ടൻ നമുക്ക് റെഫറൻസുകളുണ്ട്. അതിനകത്ത് തിയേറ്ററിൽ നിന്ന് മൊത്തം കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് മമ്മൂക്ക കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് കൈ വിരലുകളോട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതങ്ങനെ ബാലൻസിന്റെ കാര്യം ഇത് അവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ ഖുറാനയുടെ പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴല്ലേ റിലേറ്റീവ് ആയിട്ട് തോന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അവർ സിനിമകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിയാണ്, നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ പറയുന്നല്ലേ, ലാലേട്ടൻ അഭിനയിക്കുന്നതാണ് നമുക്ക് അറിയുമ്പോൾ നമ്മൾ ഓൺ സ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അതായത് പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഞങ്ങൾ പോയി നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയുക, ആൾക്കാർ അതറിയാത്തത് എല്ലാവരും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവും തോന്നിയത് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ബാലൻസിന്റെ ആവശ്യമില്ല. കാര്യമാണ് നമുക്ക് ആയുഷ്മാൻ ഖുറാനൊക്കെ സിനിമ കണ്ടിട്ടാണ് പുള്ളിയുടെ അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയുന്നില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗദിയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അത് അങ്ങനെ കണ്ടില്ല, ഇതൊക്കെ നമ്മളോട് പറയാനുള്ളതാണ്. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമ്മൾക്ക് അതേ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അത് ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷനുകൾ കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതിപ്പോ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്, ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ ചെയ്തിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യം പടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ ക്യാരക്ടർ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനല്ല അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവ്മെന്റ് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ. അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ ന്യൂസിൽ എഡിറ്റ് ആയ ഒരാളായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാളുടെ ഭാഗത്തില്ലാത്ത എഫേർട്ടാണ്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഞാൻ മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ ഒരു സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായതുകൊണ്ട് അവസാനിക്കാകുമ്പോഴത്തേക്കും പുള്ളിയുടെ ശ്രദ്ധയിലേക്ക് മാത്രമാണ് പൂർണ്ണമായിട്ടും അർപ്പിച്ച് അങ്ങനത്തെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയെടുക്കുന്ന തന്നെയാണ് എന്റെ ചോദിക്കുന്നത്. അതായത് ഡേവിഡ് പടിക്കലുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് മുമ്പ് ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം ഒരുപക്ഷെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപകടനയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഇത് ജീവിതത്തിൽ ആരോടൊക്കെയോ വിവരിച്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർട്ട് പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗത്യമായിട്ടുള്ള ഒരു ആളാണ് ടോമി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർട്ടത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് പറയുന്നത് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള റിവെഞ്ചും അല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാറിനെ പോലെ പെട്ടെന്ന്
പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സക്സസ് വന്നു. അതേപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പുറത്ത് ആൾക്കാർ പറഞ്ഞു അത് പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാ തരത്തിലും ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മളിവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിനൊക്കെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവാമല്ലോ. അതല്ല ഇതിന്റെ മൂലകാരണം. മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. പറയുന്ന ഒരു ഡയലോഗുണ്ട്, അതായത് ഇപ്പം ഡേവിഡ് പടിക്കൽ 3 സിനിമ ഹിറ്റായപ്പോ, അതായത് സാധാരണക്കാരനായി മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായത്. പിന്നീട് സൂപ്പർ സ്റ്റാർ എന്നൊരു പദവിക്കും ആ ഒരു ഇതൊന്നും ഇടിഞ്ഞു പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളിലായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു. അതൊരു ശരിക്കും അതൊക്കെ ഒരു ലെസൺ കൂടിയല്ലേ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2 സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുന്നത്. നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയായിരിക്കും ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയം ഇല്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അത് എനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാൾ ആ സമയത്ത് എഫേർട്ടായിരിക്കാം. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവഴിയിൽ അടുത്ത ഇടവഴി ജീവിച്ചിരുന്നാണെങ്കിൽ റിയാലിറ്റിയിൽ തന്നെയായിരിക്കും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളപ്പുറം കുറച്ചുകൂടെ ലോകം മറന്നു മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മളെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞിട്ട് തമാശയൊക്കെ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇടണം മാത്രമായിട്ട് ഉണ്ടാവില്ല. അന്ന് അത് മതിയായിട്ട് പിന്നീട് നമുക്ക് സിനിമ മാറി കാലം മാറിയ സമയത്ത് ഡേവിഡ് പടിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുപോലെയായിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെക്കാളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയറൊക്കെ കിട്ടുന്ന ആൾക്കാരായിരിക്കും. ഈ സൗമിനി സിനിമയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലന്മാർക്ക് നടത്തുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാക്ക് പോലില്ല മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോവിനോയെ അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ല നിമോ പൈപ്പിന്റെ അടി കൊണ്ടുപോയി കഴുകണം എന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഇല്ല. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അവർക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിന്റെ അർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഞാനൊരു പറ്റം സാധാരണക്കാരോടൊപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. ഈ നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിൽ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് തന്നെ ചെറുപ്പം പോലെ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ പഠിച്ചിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം തന്നെ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയുടെ യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പറയേണ്ടവരൊന്നും ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം മുതലുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിനർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ള തന്നെയാണ്. പറയേണ്ടവരും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ സിനിമ
ഈ നിങ്ങളെ പോലെ റെഫറൻസ് പോസ്റ്റ് ആവുന്നത് ഈ ആദ്യ സിനിമയിലെ അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ ആ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി, ആ മൊമെന്റിന് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് ഉണ്ട് അതുപോലെ മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. കാര്യം പിന്നെ പുള്ളി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാനത് പറഞ്ഞ സ്പോയിലർ ആണെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു, ഞാനത് എൻജോയ് ചെയ്യുന്നു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളിലൊക്കെ ആയിട്ട് റെഫറൻസ് ഉള്ള ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത പോലെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല, ആക്ച്വലി എന്താ നടക്കുന്നില്ല, നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പൊ റീസെന്റ് നടന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഒരാള് ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ, എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പൊ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പൊ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. സുബിൻ ഇവിടെ സുബിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നത് ആനന്ദിച്ചേട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചതും വളർന്നിട്ടും മദ്രാസിലാണ്. അപ്പൊ അങ്ങനെ ഈ കോടഭാഗം ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് ശരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിന്റെ ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഫോർമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സൗമിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗമികയോട് നോക്കിയ സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളി വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് എന്നെ അറിയാം. ഞാൻ വളരെ എന്താ പറയാ സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതി. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാള് ഇപ്പൊ ഒരു ആക്ടിംഗ് ട്രെയിനിൽ വരുന്ന സമയത്ത് അയാളും എല്ലാം തികഞ്ഞ ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നുമല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാളും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശയ്ക്ക് പുറത്ത് നടക്കുന്നുള്ള അയാൾക്ക് ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമുക്ക് ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗകര്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗകര്യം വർക്ക് ചെയ്യുമ്പോൾ. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അതങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടിയാണ് അയാൾ ആ സീൻ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറഞ്ഞ ആ ഒരു വാക്കിന്റെ കാര്യം പറയുന്നത്. ആ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കോ അല്ല. അങ്ങനത്തെ ഒരു പ്രീ കൺസെപ്ഷൻ നമ്മൾ എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞതല്ല. കാരണം കൊണ്ട് അവൻ പല മോശം കാര്യങ്ങളും പറയും. അതെങ്ങനെയാണ് തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് ഒരു റിഡംഷനും സംഭവിക്കുന്നുള്ളൂ. റൈറ്ററിനോടാണ് സിനിമ തുടങ്ങുമ്പോൾ അതിനൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം പ്രോത്സാഹനം, അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിലൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ
നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ വെച്ചാൽ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പോൾ സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നുന്നു. സിനിമ വീണ്ടും വീണ്ടും കാണാനും വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട് എത്തുമ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ളത് കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നു. അതുപോലെ ഇപ്പോഴത്തെ ചർച്ചകൾ നടക്കുന്നതും പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് സിനിമയുടെ വിജയമായിട്ട് കരുതുന്നത്. ഈ രജിസ്റ്ററിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീതൊക്കെ പഠിപ്പിക്കാൻ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി നമ്മുടെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയില്ല, പുള്ളിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പുള്ളി എൻജോയ് ചെയ്താണ് പുള്ളി ക്യാരക്ടർ ചെയ്തത്. ഹാപ്പി ആയിരുന്നോ അങ്ങനത്തെ പരാമർശം? എന്നെക്കാളും സാറായിട്ട് കൂടുതലായിട്ടുള്ള സുരേഷിനോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം ഞങ്ങള് ഒരു ദിവസം അല്ല കുറെ ദിവസങ്ങൾ ഷൂട്ട് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശകളും പറഞ്ഞ് ചിരിച്ചും കളിച്ചും അത് നമുക്ക് പെട്ടെന്ന് പുറത്തു നോക്കുമ്പോൾ അതിന് സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിലും ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവർ രണ്ടുപേരും കൂടെയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര വർക്കായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാഗിങ് പോലത്തെ അപ്പൊ അതൊക്കെ അത് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കിയ സമയത്ത് അങ്ങനെ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല. ശരിക്കും ആൾക്കാരുടെ കൺഫ്യൂസ്ഡ് ആവുമല്ലോ ചില സിറ്റുവേഷനിൽ ഡേവിഡ് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അത്. അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത് ഒരു ഒറിജിനൽ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ എനിക്കൊന്ന് സോങ് കാണാത്തവർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഒറിജിനൽ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. തീർച്ചയായിട്ടും അതായത് നമ്മൾ എഴുതിയ സമയത്ത് ഇങ്ങനെ ഒരു കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊരു തോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നടന്നിട്ടുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കഥകൾ വന്ന് ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ കാര്യം നമ്മളിപ്പം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉള്ളതാണ്. കാരണം സിനിമ മാത്രമല്ല ലോകം എന്ന് പറയുന്നത് ലോകത്തിലൊരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്, സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. അതിൽ ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതിൽ പർട്ടിക്കുലർ ജോണറാണ്. അപ്പോൾ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പിന്നെ പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തരണ്ടാകുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാനായിരിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയുടെ പുറത്ത് നമ്മളായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈനിങ് സ്റ്റാർസ് ചെയ്യുന്നുണ്ട്, ധ്യാനും ഷൈൻ ചേർന്നു. അപ്പൊ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചനിക്കോ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് ഭയങ്കര ഫീലിയുള്ളതായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. അത് വേറൊരു ആക്ടർ ചെയ്യുന്നത് അത്ര ഫീലിയുള്ളതാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിനെ അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു ഫീലിബിലിറ്റിയും അതുപോലെ ഒരു എൻജോയ് ചെയ്യാനുള്ള ഒരു വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റ് ചെയ്യണം. ഡേവിഡ് പടിക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോൾ നമുക്ക് ശരിക്കറിയാം. ഡേവിഡ് പടിക്കൽ എത്രത്തോളം അദ്ദേഹം ഒരു മോശമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ളിലൊരു ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം, ആ പോകുന്ന സിറ്റുവേഷൻ ഞാൻ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറുണ്ട് ബാബാന്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്.
അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നത്. മറ്റു വേറെ ഒക്കെ വേണ്ടിയിട്ട് ആ ഡേവിഡ് പടിക്കലിലെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പോൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞങ്ങൾ പറയുന്നുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഡേവിഡ് പടിക്കലിന്റെ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാളെ വിളിച്ച് പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇൻഡയറക്ട്ലിയെങ്കിലും ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ളതിന്റെ ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അത് അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ഇയാൾക്ക് ആ സമയമാകുമ്പോഴേക്കും വന്നു എന്നുള്ളതാണ് ആ സീനിലൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ ഉണ്ടാക്കി ഞാൻ പേടിച്ചു പോലും ഒരാളെ വിളിച്ച് അങ്ങനെയൊന്നും ആരും എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. കണ്ടിട്ട് ആരെങ്കിലും മമ്മൂക്കയിൽ ആരാട്ടെ വിളിച്ച് ഞാൻ ഇപ്പൊ ചാവാൻ പോകുന്ന ചാവേണ്ടിയിട്ടുണ്ടോ? കാരണം അത് പ്രാക്ടിക്കലല്ല, സിനിമ കാണിക്കുന്നവരുണ്ടോ എപ്പോഴും വെറുതെ കുറിച്ച് ഞാൻ ആരാധകരാണ് ചാവാൻ പോകുന്ന പറ്റില്ല. സിനിമ കാണിക്കുന്ന കാര്യങ്ങൾ ആ ഇമോഷണൽ ചെയ്ത് മോശമാണോ അല്ല കണ്ടാണോ സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിനൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കഥ ആസിഫിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന് കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ട കളറൊക്കെ ഇതില്ലേ, അതിന്റെ ഒപ്പം വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കും തോന്നുന്നില്ല. ഉണ്ടായിരുന്നു, തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിലും സുരേഷ് ചേട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിനകത്ത് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് പറയും എന്ന് പറയുന്നത് നല്ല രസമുള്ള കാര്യമാണ്. സൗമ്യയുടെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ സാധാരണ ഒരു പച്ചടം എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് എന്റെ കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാർഡ് നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്യാനില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ കോപ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ എടുത്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചോ ഒക്കെ ഓരോരുത്തർ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമെന്നല്ലാതെ
പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഇല്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഇതില് MD-യുടെ മണ്ണിൽ നിന്നുള്ള സിനിമ ബുക്കിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കണം നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല. പുസ്തകം വായിക്കുന്നത് ഒരുപക്ഷെ ഈ ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയൊക്കെ മനസ്സിൽ അവർ കാണുന്ന വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മുടെ ഇമാജിനേഷൻ വെച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കും ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിലും അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബാലിക കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കോമഡി ആയിട്ട് ചില ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടികർ ചിത്രത്തിൽ കുറച്ചുകൂടി ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ മച്ചാനെ വിളിക്കുന്ന ഒരു ടൈപ്പ് കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹൈബി പോലത്തെ ഒരു കഥാപാത്രം ഡയറക്ടർ കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ പടത്തിലെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഞാൻ ചൂസ് ചെയ്തത്. അത് എപ്പോഴും അതാണ് ഒരിക്കലും നമ്മൾ കോടിക്ക് വേണ്ടിയിട്ടല്ല, അത് പണം നല്ലാതെ വേണ്ടി ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. നടികരുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാലയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് ഇതിന്റെ ഒരു ഫോട്ടോഷൂട്ട്, ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യം ഓൾറെഡി സിനിമ പ്രൊഡ്യൂസറായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രത്തിൽ ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചൊക്കെ എന്റെ അടുത്തിന്റെ കഥ ഷെയർ ചെയ്തിട്ടൊക്കെ ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യം. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ, ഇപ്പൊ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ഞുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. വേറെ അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, സീന അവിടെയായിരുന്നു ഡയറക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുള്ള ലൊക്കേഷനിൽ ഇവരിലൂടെ ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ അവിടെ വരെ എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവര് ചിരുണ്ട്, ഗണമുണ്ട്, ബാലുണ്ട്, സൗകര്യമുണ്ട്, ജീലുണ്ട്, ഷൈജുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ചെന്നിരിക്കും. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടി ഒരു ഗോഡൌണിനകത്ത് സെറ്റ് ഇട്ടിരുന്നത്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ് ആ സിനിമ. അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ എന്നാൽ മലയാള സിനിമയിൽ വേണ്ടത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ അന്ന് മുതലേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ പോയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയുടെ പ്രമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അപ്പൊ അന്ന് പിറ്റേ ദിവസം ഷൂട്ടിംഗ് കണ്ടു റിലീസായിരുന്നു. അപ്പൊ അതിലെ പ്രമോഷണൽ പ്രസ് മീറ്റിനെ കഴിഞ്ഞ് ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വണ്ടി, എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്തും ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞങ്ങളൊരു
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രതീക്ഷയോടെ തെറ്റിച്ചില്ല. അത് വളരെ ഗംഭീരമായിട്ടുള്ള സിനിമ അത് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ജുവിന്റെ കുറെ ഫുട്ടേജ് തന്നെ സൗകര്യമൊക്കെ ആയിട്ടാണ് അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സിനിമ സോളോ സിനിമ ആയിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാവുന്നത്. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിപെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പരീക്ഷയുടെ ഇരിക്കുന്ന പോലെ തന്നെയാണ്. അത് വരുന്ന സമയത്ത് ഞാൻ അതേ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലിയും ഒക്കെ എഫേർട്ടിലേക്ക് വന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല ദിവസമായിട്ട് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, ഒരു 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള അല്ലെങ്കിൽ ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. ഇതുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അതിന് ചോദിക്കുകയാണ്, ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുവൽ ഹിറ്റായി, അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. റെസ്പോൺസ് ഇപ്പോൾ പറയാം, ടൊവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും ടൊവിയുടെ ഒരു കരിയർ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൊവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിന് ഉപരി ഡയറക്ടറായിട്ടുള്ള ജിതിനോട് പറഞ്ഞത് അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പോൾ നമ്മള് വലിയ വലിയ ആളുകളൊക്കെ കമൽഹാസൻ അടക്കമുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷം ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാവുമോ എന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അതിൽ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര എന്താ പറയുക പ്രശ്നമില്ല, അത്യാവശ്യം വൃത്തിയായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒരു അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവണം പ്രേക്ഷകർ. ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്വപ്നങ്ങളിലേക്ക് ഒരു പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കാര്യം കുറച്ച് പോസ്റ്ററുകളും ഒരു ടീസറും മാത്രമേ ആ സിനിമയുമായിട്ട് പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. സിനിമ കാണുന്ന സമയത്ത് പല സിനിമസും ഇന്നാണ് രീതിയിൽ പോയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസും ഇതൊക്കെ കണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ഇതൊരു ഫിക്ഷനിലാണ്. ഇതൊരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. അതിന് പലർക്കും തോന്നും. അപ്പം ടോവിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളെ ഉദ്ദേശമാണ്. അതുപോലെ ആർക്കും തോന്നാം, ആക്ടേഴ്സിന് ആർക്കും തോന്നാം. അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്നത് എനിക്കറിയില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കും. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, മെഡിക്കൽ റപ്പ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു മരുന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താൻ മെഡിക്കൽ റപ്പാണോ താൻ പറയുന്ന ഫീലില്ലേ? അത് മെഡിക്കൽ റപ്പ് മോശം ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതെന്നൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിൻ്റെ ഭാഷയും ഡേവിഡ് സംസാരിക്കുന്നത് എൻ്റെ ഭാഷയും പി കെ സംസാരിക്കുന്നത് പി കെയുടെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചേക്കുന്നത്. ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത്
അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് എല്ലാവരും കാണാൻ ശ്രമിക്കുള്ളൂ വിചാരിക്കും. സ്ക്രിപ്റ്റ് മൂവ്മെന്റ് സിദ്ധാന്തം എല്ലാവരും കൂടെ പുറത്തോട്ടിരുന്ന് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ലേ. താങ്ക് യു. ഞാനാണോ ഈ അച്യുതന്റെ ഈ ഇൻഡസ്ട്രി അച്യുതന്റെ എല്ലാം എന്നോടല്ലോ ചോദിക്കുന്നത്. ചോദിക്കാം മറ്റേ ഗുരുവായൂരപ്പന്റെ പ്രമോഷനും ഉടനെ അവരോട് ചോദിക്കും. കാര്യം ഞാൻ ഈ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവൻ കള്ളം പിടിച്ച് വന്ന എന്റെ വെറുതെ പറഞ്ഞാണ്. ഞാനുമായിട്ട് എന്റെ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട് തന്നെയാണ്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ അവൻ തന്നെ ചെയ്യേണ്ടല്ലേ. ഇനിയിപ്പോ ഞാൻ ഫേസിൽ കണ്ടുപിടിച്ച് വന്നാൽ അതൊരു തമാശയാണല്ലോ. അത് ഈ കല്യാണം എന്നൊക്കെയാണ് പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ഒരു ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടലൊക്കെ ചെന്ന് പയ്യനെ കിട്ടുന്നത് ഞാനൊന്നും പറയില്ല, ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം കള്ളു ഞാൻ പഠിച്ചത് എന്റെ തലയിൽ കുളിക്കാൻ എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. അല്ലാതെ ഞാൻ ഫേസിൽ കണ്ടുപിടിക്കുന്നു പറഞ്ഞത് ഞങ്ങൾക്ക് 10 സെക്കൻഡ് വീഡിയോ വരും. അവരങ്ങനെയാണ്. ടീട്ടോട്ടലാണ്. ടീട്ടോട്ടൽ അവരൊരു പണിവെച്ചിന്റെ പറയാണ്. ഓക്കെ, പിന്നെ